സ്നേഹിതരെ, സദൃശവാക്യ പുസ്തകത്തിൻ്റെ തുടർച്ചയായ പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണല്ലോ നാം. ഇന്ന് അല്പസമയം ഒരുമിച്ച് ചിന്തിക്കുവാനായി സദൃശവാക്യങ്ങൾ 16-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. മനുഷ്യൻ്റെ ഹൃദയം തൻ്റെ വഴിയെ നിരൂപിക്കുന്നു, അവൻ്റെ കാലടികളെയോ യഹോവ ക്രമപ്പെടുത്തുന്നു. നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് സ്വപ്നങ്ങളുണ്ട്, പദ്ധതികളുണ്ട്. ചിലപ്പോഴൊക്കെ ആ സ്വപ്നങ്ങളും പദ്ധതികളും പ്രാവർത്തികമായി വരാറുണ്ട്. എന്നാൽ മറ്റു ചിലപ്പോഴാകട്ടെ നമ്മുടെ ജീവിതം ചെന്നെത്തി നിൽക്കുന്നത് നാം സ്വപ്നത്തിൽ നിരൂപിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ഘട്ടത്തിലാകാം. അപ്രതീക്ഷിത സംഭവങ്ങൾ ജീവിതത്തെ മാറ്റിമറിച്ച ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കുവാനായിട്ട് കഴിയും. ഒരുപക്ഷെ നമ്മുടെ അനേകരുടെ ജീവിതത്തിലെ അനുഭവവും അതുതന്നെയാണ്. ഞാൻ ഈ തലമുറകളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വലിയ സത്യം ഇവിടെ പ്രത്യേകം പ്രസ്താവ്യമാണ്. മനുഷ്യൻ്റെ ഹൃദയം അത് അവൻ്റെ വഴികളെക്കുറിച്ച് നിരൂപിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ അവൻ്റെ കാലടികളെ നിർണയിക്കുന്നത് ദൈവമാണ്. കാലടികളെ ക്രമപ്പെടുത്തുന്നത് ദൈവമാണ്. മനുഷ്യ നിരൂപണങ്ങളെക്കുറിച്ചും ദൈവ നിർണയങ്ങളെക്കുറിച്ചും വ്യക്തമായി ഒരു ബോധ്യം നമുക്കുണ്ടാകുന്നത് നല്ലതാണ്. ജീവിതം ആത്യന്തികമായി ദൈവകരങ്ങളിൽ സമർപ്പിച്ചാൽ, വിളിച്ചവൻ വിശ്വസ്തൻ എന്ന ബോധ്യത്തോടെ നാം ജീവിച്ചാൽ, എൻ്റെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളും ഭാരങ്ങളും ഞാൻ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്താണ്? വിദേശത്ത് പഠനത്തിനായി പോയ പ്രിയപ്പെട്ട മകൻ അസുഖബാധിതനായി എന്ന് തിരിച്ചറിഞ്ഞ അമ്മ വേദനിച്ചു. പ്രാർത്ഥനയ്ക്കായി ഓരോരുത്തരെയും വിളിച്ചു. തൻ്റെ മകൻ ഒരു ശസ്ത്രക്രിയയിലൂടെ കടന്നു പോകുമ്പോൾ അരികിലുണ്ടാകണം എന്നവർ ആഗ്രഹിച്ചു. എന്നാൽ ഭീമമായ സാമ്പത്തിക ഉത്തരവാദിത്വം അവരെ അതിൽ നിന്നും പിന്മാറുവാൻ പ്രേരിപ്പിച്ചു. ശസ്ത്രക്രിയയുടെ തലേ ദിവസം അവർ മകനെ വിളിച്ചു. നിന്റെ അരികിൽ എനിക്കായിരിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന ആശങ്ക അവരറിയിച്ചു. ആ മകൻ അവരോട് പറഞ്ഞത്, അമ്മേ, നമ്മുടെ കാലടികളെ ക്രമപ്പെടുത്തുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ കർത്താവിൻ്റെ സാന്നിധ്യം എന്നോട് കൂടെയുള്ളപ്പോൾ, കൂടെയിരിക്കുന്ന കർത്താവിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്ന, എന്നെ പഠിപ്പിച്ച എൻ്റെ അമ്മ വേദനപ്പെടുന്നത് എന്തുകൊണ്ടാണ്? സ്നേഹിതരെ, മനുഷ്യൻ നിരൂപിച്ചു കൂട്ടുന്നു, എന്നാൽ കാലടികളെ നിർണയിക്കുന്നത് ദൈവമാണ്, യഹോവയാണ്. മനുഷ്യൻ്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ചും ദൈവ പദ്ധതികളെക്കുറിച്ചും നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ നാം പടുത്തുയർത്തുവാൻ ശ്രമിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളെയും ലക്ഷ്യങ്ങളെയും നാം നിർണയിക്കുവാൻ ശ്രമിക്കുന്നത് എപ്പോഴും ദൈവ പദ്ധതിയുടെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ടാകണം എന്നാണ് ഞാൻ ഈ ഓർമ്മപ്പെടുത്തുന്നത്. മകനെ, മകളെ, നിന്നെക്കുറിച്ച്
ഒരു സ്വപ്നം ദൈവത്തിനുണ്ട്. ലോകത്തിലേക്ക് പിറന്നു വീണ ഒരബദ്ധമല്ല നീ. വ്യക്തമായ ദൈവ പദ്ധതിയും വ്യക്തമായ ദൈവഹിതവും നിന്നെക്കുറിച്ചുണ്ട്. ഒരുപക്ഷെ പ്രതിസന്ധികളും പ്രയാസങ്ങളും നിറഞ്ഞ അനുഭവങ്ങളിലൂടെ നീ കടന്നു പോകുമ്പോൾ ദൈവിക പദ്ധതികൾക്കായി ദൈവം നിന്നെ രൂപപ്പെടുത്തുകയാണ്, മെനഞ്ഞെടുക്കുകയാണ് എന്ന് നീ മറന്നുപോകരുത് എന്ന് ഞാൻ ഈ ഓർമ്മപ്പെടുത്തുകയാണ്. നിന്റെ ഉത്തരവാദിത്വം നീ നിറപടിയായി നിറവേറ്റിയാൽ കരങ്ങളിൽ വഹിക്കുന്ന കർത്താവ് നിന്നെ കരുതുക തന്നെ ചെയ്യും, നിന്റെ കാലടികളെ നിർണയിക്കുക തന്നെ ചെയ്യും എന്ന് ഞാൻ ഈ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവാശ്രയത്തിലേക്ക് മനുഷ്യനെ ക്ഷണിക്കുന്ന അതിശക്തമായ ഒരു ദൈവവചന ഭാഗമാണ് ഇവിടെ നാം കാണുന്നത്. എൻ്റെ കാലടികളെ നിർണയിക്കുന്ന ഒരു ദൈവമുണ്ട്, ആ കാലടികളെ നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട്, ആ കാലടികളെ ക്രമപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ക്രമപ്പെടുത്തുക എന്നത് വളരെ മനോഹരമായ ഒരു വിവർത്തനമാണ്. ക്രമം തെറ്റിയതിനെ ക്രമപ്പെടുത്തുക എന്ന അർത്ഥം മുതൽ അതിന് വ്യക്തമായ ഒരു രൂപവും ഭാവവും നൽകുന്നവൻ ദൈവമാണ് എന്ന അർത്ഥം വരെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. വഴിതെറ്റി ഉലയുന്ന ഒരാടിനെ തേടിച്ചെല്ലുന്ന ഇടയനെ പോലെ അരികിലെത്തുന്ന ഒരിടയൻ്റെ ചിത്രം മാത്രമല്ല, നമ്മുടെ നാളുകളെ നിർണയിക്കുന്നൊരു ദൈവം, നമ്മുടെ കാലടികളെ നിർണയിക്കുന്നൊരു ദൈവം, നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നൊരു ദൈവം, കരം പിടിച്ച് നടത്തുന്നൊരു ദൈവമുണ്ട് എന്ന് ഞാൻ ഈ ഓർമ്മപ്പെടുത്തുമ്പോൾ ഏതു കൊടുങ്കാറ്റിൻ്റെ മധ്യേ ജീവിക്കാനും ഏതു പ്രതിസന്ധിയെ തരണം ചെയ്യുവാനും അത് ശക്തി പകരുന്ന അനുഭവമായി മാറുന്നു. ദൈവത്തിൽ ആശ്രയം വയ്ക്കുവാനുള്ള അതിശക്തമായ ഒരു ആഹ്വാനമായി അത് മാറുന്നു. ഹൃദയത്തിൻ്റെ ഉദ്ദേശങ്ങൾ അത് ദൈവത്തിൻ്റെ ഹിതവുമായി എങ്ങനെ ചേർത്ത് ചിന്തിക്കുവാനായിട്ട് കഴിയും? നമ്മുടെ ഹൃദയ നിരൂപണങ്ങൾ അന്ധകാരത്തിൻ്റെ ശക്തികളാൽ സ്വാധീനിക്കപ്പെടുന്ന ഹൃദയ നിരൂപണങ്ങളാണോ? സർവത്തെയും പ്രകാശപൂരിതമാക്കുന്ന ഹൃദയ നിരൂപണങ്ങളാണോ? നമ്മുടെ ഹൃദയ നിരൂപണങ്ങൾ നമ്മുടെ സ്വാർത്ഥലാഭത്തിനു വേണ്ടി പകയുടെയും വിദ്വേഷത്തിൻ്റെയും മാർഗേ ചരിക്കുന്നതാണോ? അല്ല, സർവലോകത്തെ സ്നേഹത്തിലും സമത്വത്തിലും ചേർത്തണയ്ക്കുന്ന ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമാണോ? ജീവിതത്തെക്കുറിച്ച് വളരെ സമഗ്രമായ ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു വേദഭാഗമാണിത്. മനുഷ്യൻ്റെ ഹൃദയം അവൻ്റെ വഴിയെ നിർണയിക്കുന്നു, അവൻ്റെ കാലടികളെയോ യഹോവ ക്രമപ്പെടുത്തുന്നു. അനുദിന ജീവിതത്തിലുള്ള ദൈവ നടത്തിപ്പിനെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണിവിടെ. നമ്മുടെ കാലടികളെ ക്രമപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിപ്പാൻ നമുക്കാവുന്നുവോ? പ്രഭാതത്തിൽ നാം എഴുന്നേൽക്കുമ്പോൾ ദൈവ തിരുസന്നിധിയിൽ ചെന്ന് ഒരു ദിവസം കൂടി ദാനമായി തന്ന ദൈവത്തിന് നന്ദി കരയറ്റുന്നതിനോടൊപ്പം തന്നെ എൻ്റെ കാലടികളെ നന്മയിൽ നീ നിർത്തണമേ എന്ന് ദിവസവും നാം പ്രാർത്ഥിക്കാറുണ്ടോ? കർത്താവേ, നീ വഴി നടത്തുന്നത് സ്നേഹത്തിൻ്റെ പാതയിലാണ്. എൻ്റെ കാലടികളെ സ്നേഹത്തിൻ്റെ പാതയിൽ തന്നെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്കാവുന്നുവോ? കർത്താവേ, നിന്റെ വഴി ന്യായത്തിൻ്റെതാണ്, ധർമ്മത്തിൻ്റെതാണ്, നീതിയുടേതാണ്. ആ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ, ചരിക്കുവാൻ നീ എന്നെ സഹായിക്കണമോ? അതൊരു പക്ഷേ ആഗ്രഹം മാത്രമല്ല, നമ്മുടെ പ്രാർത്ഥനയാകുമ്പോൾ
ദൈവ തിരുസന്നിധിയിൽ നമ്മെ തന്നെ നാം സമർപ്പിക്കുമ്പോൾ, സ്നേഹിതരെ, നമ്മുടെ കാലടികളെ നയിക്കുന്ന ദൈവം, കാലടികളെ നിയന്ത്രിക്കുന്ന ദൈവം, കാലടികളെ ക്രമപ്പെടുത്തുന്ന ദൈവം നമ്മുടെ അനുഭവമായി മാറുന്നു. അതിന് വളരെ അനിവാര്യമായ 2 ഘടകങ്ങളാണ് ദൈവാശ്രയവും വിനയവും. അഹംഭാവം നമ്മുടെ കണ്ണുകളെ മൂടുമ്പോൾ എൻ്റെ സ്വാർത്ഥതയ്ക്കപ്പുറം ചിന്തിക്കുവാൻ എനിക്ക് കഴിയാതെ പോകുന്നു. അതുകൊണ്ട് തന്നെ എന്നെക്കുറിച്ചുള്ള ദൈവ പദ്ധതിയെക്കുറിച്ച് ചിന്തിക്കുവാൻ എനിക്ക് കഴിയാതെ പോകുന്നു. എൻ്റെ സ്വപ്നങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. ഞാനല്ല, ഇനി ഞാനല്ല, യേശുവത്രേ എന്നിൽ ജീവിക്കുന്നതെന്ന് പാടി മഹാനായ കവി പൗലോസിനോടൊപ്പം തൻ്റെ ജീവിതാനുഭവത്തെക്കുറിച്ച് പറഞ്ഞത്, എൻ്റെ ഉള്ളിൽ ഞാൻ മാത്രമായിരുന്നു, 100% ഞാൻ. എൻ്റെ ഹൃദയം എൻ്റെ നിരൂപണങ്ങൾ മാത്രമായിരുന്നു. അവിടെ ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് സ്ഥാനമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതം അർത്ഥശൂന്യമായി തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു നാൾ കർത്താവുമായി സംഭാഷണത്തിൽ ഏർപ്പെടുവാൻ സൗഭാഗ്യം ലഭിച്ച ഞാൻ എൻ്റെ ജീവിതത്തെ തന്നെ ക്രമപ്പെടുത്തുവാൻ ശ്രമിച്ചു. 20% കർത്താവിനും 80% എനിക്കും. എന്നാൽ ആ അനുഭവത്തിലും സന്തോഷം കണ്ടെത്താതെ ഒടുവിലത് 50% എൻ്റെ സ്വപ്നങ്ങൾ, 50% ദൈവത്തിൻ്റെ പദ്ധതികൾ എന്നുവരെ എത്തി. അവിടെയും ഞാൻ ആഗ്രഹിച്ച സന്തോഷം കണ്ടെത്താൻ എനിക്കായില്ല. അതിനൊടുവിലാണ് 100% നീയും, 100% നീ മാത്രവും എന്ന അനുഭവത്തിലേക്ക് ഞാൻ എത്തിയത്. അവിടെയാണ് ഞാൻ പാടിയത്, ഞാനല്ല, ഇനി ഞാനല്ല, യേശുവത്രേ എന്നിൽ ജീവിക്കുന്നു എന്നുള്ളത്. അവിടെ എൻ്റെ ഹൃദയ നിരൂപണങ്ങൾക്കും എൻ്റെ ഹൃദയ സ്വപ്നങ്ങൾക്കും സ്ഥാനമില്ലാതായി. എന്നെക്കുറിച്ചുള്ള ദൈവ പദ്ധതികൾക്ക് മുമ്പിൽ വിധേയപ്പെടുവാനും വിനയപ്പെടുവാനും ഞാൻ തയ്യാറായി. അവിടെയാണ് എൻ്റെ കാലടികളെ യഹോവ നിയന്ത്രിക്കുന്ന അനുഭവത്തിലേക്ക്, എൻ്റെ ജീവിതത്തെ യഹോവ നിയന്ത്രിക്കുന്ന അനുഭവത്തിലേക്ക്, ദൈവ പദ്ധതികളുടെ കേന്ദ്രങ്ങളിലേക്ക് എന്നെ വഴി നടത്തുന്ന സ്വർഗീയ പിതാവിനെ തിരിച്ചറിയുവാനും അനുഭവിപ്പാനും എനിക്കായത്. വിനയത്തെ പോലെ തന്നെ, ദൈവാശ്രയത്തെ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പ്രാർത്ഥന. മനുഷ്യൻ്റെ ഹൃദയം തൻ്റെ വഴിയെക്കുറിച്ച് നിരൂപണങ്ങൾ ഉണ്ടാക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന ആ നിരൂപണങ്ങളുടെ മധ്യേ ദൈവത്തിന് സ്ഥാനം കൊടുക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. നമ്മുടെ കാലടികളെ ക്രമപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ, ക്രമപ്പെടുത്തണമേ നാഥ, ക്രമപ്പെടുത്തണമേ, എൻ്റെ കാലുകളെ ക്രമപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിപ്പാൻ, നിയന്ത്രിക്കണമേ നാഥ, നിയന്ത്രിക്കണമേ എന്ന് ദൈവ തിരുസന്നിധിയിൽ വിനയത്തോടെ യാചിപ്പാൻ അത് നമുക്ക് പ്രേരണയായി മാറുന്നു. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ എൻ്റെ സ്വപ്നങ്ങൾ ഒരുപക്ഷെ അല്പം വ്യതിയാനം വരുത്തേണ്ടി വരുന്ന അനുഭവത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ ആ വ്യതിയാനം വരുത്തുവാൻ, നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തണമേ എന്ന് പ്രാർത്ഥിപ്പാൻ, എൻ്റെ ഹിതമല്ല കർത്താവേ, എന്നെക്കുറിച്ചുള്ള നിന്റെ ആഗ്രഹങ്ങൾ തന്നെ എൻ്റെ ജീവിതത്തിൽ സഫലമാകുവാൻ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്കാകണം. അവിടെയാണ് വിശ്വാസത്തിൻ്റെ ആഴമേറിയ അർത്ഥങ്ങൾ നാം തിരിച്ചറിയുന്നത്. വിശ്വാസത്താൽ അബ്രഹാം എവിടേക്ക് പുറപ്പെട്ടു പോകുന്നു എന്ന് പോലും അറിയാതെ ദൈവം അവനോട് പറഞ്ഞത് കേട്ട് ഇറങ്ങി പുറപ്പെട്ടു. ദൈവം അവനെ അനുഗ്രഹിച്ചു. അവൻ്റെ കാലടികളെ ദൈവം വഴി നടത്തി. ഹൃദയ നിരൂപണങ്ങൾ ഒരുപക്ഷെ പറഞ്ഞു കാണും, എൻ്റെ നാടിൻ്റെ സുരക്ഷിതത്വത്തിൽ, എൻ്റെ ദേശത്തിൻ്റെ സംരക്ഷണയിൽ കൽദയരുടെ ഊരിൽ ഞാൻ പാർക്കും എന്ന്. പക്ഷേ അവിടെ നിന്ന് ദൈവം വിളിച്ചപ്പോൾ, ദൈവസ്വപ്നങ്ങളും ദൈവ പദ്ധതികളും വെളിപ്പെടുത്തിയപ്പോൾ
വിധേയപ്പെട്ട ഒരു അബ്രഹാമിനെ പോലെ. കാരാഗ്രഹത്തിൽ നിന്ന് അരമനയിലെത്തിയ യോസേഫിന്റെ അനുഭവത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അവിടെയും യോസേഫിന്റെ ഹൃദയത്തിന്റെ സ്വപ്നങ്ങളായിരുന്നില്ല അവന്റെ ജീവിതത്തിൽ സംഭവിച്ച യാഥാർത്ഥ്യങ്ങൾ. അവൻ സ്വപ്നങ്ങൾ കണ്ടു. ആ സ്വപ്നങ്ങൾ പ്രാവർത്തികമായത് അവൻ പ്രതീക്ഷിച്ച രീതികളിലല്ലായിരുന്നു. എങ്കിലും എത്ര അർത്ഥവത്തായ ഒരനുഭവമാണ് അവൻ്റെ ജീവിതത്തിലുണ്ടായത്. മനുഷ്യന്റെ ഹൃദയം അവൻ്റെ വഴിയെ നിരൂപിക്കുന്നു. അവൻ്റെ കാലടികളെയോ യഹോവ ക്രമപ്പെടുത്തുന്നു. നമുക്ക് എത്രമാത്രം അറിവുണ്ടായാലും ജ്ഞാനമുണ്ടായാലും പരിജ്ഞാനമുണ്ടായാലും നമ്മുടെ തീരുമാനങ്ങൾ നാം എടുക്കുമ്പോൾ ആ തീരുമാനങ്ങളിൽ ദൈവാത്മാവിൻ്റെ പ്രേരണയ്ക്കുള്ള പങ്കിനെക്കുറിച്ച് ചിന്തിപ്പാൻ, ആ തീരുമാനങ്ങളിൽ ദൈവ പദ്ധതിക്കുള്ള പങ്കിനെക്കുറിച്ച് ചിന്തിപ്പാൻ, എൻ്റെ സ്വാർത്ഥ ലോകത്തിനപ്പുറത്ത് എന്താണ് എന്നെക്കുറിച്ചുള്ള ദൈവ പദ്ധതി എന്ന് ചിന്തിപ്പാൻ അവിടെ നമുക്കാകണം. ദൈവത്തിൻ്റെ കൃപയുടെ ആഴങ്ങൾ അവിടെ തിരിച്ചറിയുവാൻ നമുക്കാകും. ദൈവ സാന്നിധ്യ ബോധത്തിൻ്റെ സുരക്ഷിതത്വം ആ കൃപയുടെ പൊരുളായി നാം മനസ്സിലാക്കുന്നു. കർത്താവെ, വഴി യാത്ര ആരംഭിക്കുമ്പോൾ എൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും വഴിയിലെങ്ങോ ഉടഞ്ഞുപോയിരിക്കുന്നു. ഇനി എൻ്റെ ഹിതമല്ല, നിന്റെ ഹിതം തന്നെ നടക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വിനയപ്പെട്ട് നമ്മുടെ കാലടികളെ ദൈവത്തെ ഏൽപ്പിക്കുമ്പോഴാണ് ഈ സദൃശവാക്യത്തിൻ്റെ പൊരുൾ നാം മനസ്സിലാക്കുന്നത്. ഹൃദയപൂർവം എന്നതിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ ഒരാളുടെ ഹൃദയം സ്വീകരിച്ച മറ്റൊരാൾ അയാൾ ഹൃദയത്തിൽ പേറിയ വ്യക്തികളോട് കാട്ടുന്നതായിട്ടുള്ള ഒരു ആഭിമുഖ്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിച്ചെന്ന് വരാം. പക്ഷേ ഞാനീ രേഖപ്പെടുത്തുന്ന ഹൃദയം എന്ന സങ്കല്പം ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ ഉദ്ദേശങ്ങളുടെ ഇരിപ്പിടമായിരുന്നു, ആഗ്രഹങ്ങളുടെ ഇരിപ്പിടമായിരുന്നു, മുൻഗണനകളുടെ ഇരിപ്പിടമായിരുന്നു. ആ ഹൃദയ നിരൂപണങ്ങൾ ദൈവ തിരുസന്നിധിയിൽ വിനയപ്പെടുമ്പോഴാണ് നമ്മുടെ കാലടികൾ നന്മയുടെ മാർഗേ എത്തുന്നത് എന്ന് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ സ്വയ ആശ്രയം അല്ലെങ്കിൽ സ്വാശ്രയം എന്ന ഒരു അപകടം കൂടി ഒളിഞ്ഞിരിക്കുന്നത് നാം ശ്രദ്ധിക്കണം. ആശ്രയം വെപ്പാൻ എനിക്ക് ദൈവത്തിൻ്റെ ആവശ്യമില്ല എന്ന് കരുതി സമ്പത്തിൽ ആശ്രയം വെക്കുന്നവരുണ്ട്. സമ്പത്ത് കഴുകനെപ്പോലെ പറന്നുയരുവാൻ നിമിഷങ്ങൾ മതിയെന്ന് മറന്നു പോകുന്നവർ, അവരുടെ ശരീരത്തിൻ്റെ ശക്തിയിലും സൗന്ദര്യത്തിലും ആശ്രയം വയ്ക്കുന്നവരുണ്ട്. ശരീരത്തിൻ്റെ ശക്തിയും സൗന്ദര്യവും ചോർന്നു പോകുവാൻ അധികം കാലം വരേണ്ടതില്ല എന്ന് നാം തിരിച്ചറിയുന്നു. ചിലർ ബന്ധുബലത്തിൽ ആശ്രയം വയ്ക്കുന്നു. ആ ബന്ധുബലമൊക്കെയും ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് ഉപയോഗശൂന്യമായി മാറുന്നത് നമുക്കറിയാനായിട്ട് കഴിയും. എന്നാൽ നാം ദൈവത്തിൽ ആശ്രയം വെച്ചാലോ, ഒരിക്കലും കൈവിടാത്ത ദൈവം, ഒരിക്കലും നമ്മെ ഒറ്റയ്ക്കാക്കാത്ത ദൈവം, ആ ദൈവം വഴി നടത്തുക തന്നെ ചെയ്യും എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ജീവിതത്തിൽ തളർന്നുപോയ അനുഭവങ്ങളുടെ മധ്യേ, ജീവിതം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് പോലും ചിന്തിച്ചു പോകുന്ന അനുഭവങ്ങളുടെ മധ്യേ, എൻ്റെ ഹൃദയ നിരൂപണങ്ങളൊക്കെയും ഉടഞ്ഞുപോയി എന്ന് നാം ദൈവ തിരുസന്നിധിയിൽ സമ്മതിക്കുന്ന അനുഭവങ്ങളുടെ മധ്യേ, യഹോവ നിന്റെ കാലടികളെ ക്രമപ്പെടുത്തും എന്നത് ഒരു വാഗ്ദത്തമായി, ഒരു വാഗ്ദാനമായി നമ്മുടെ മുമ്പിൽ എത്തുന്നത് നാം കാണാതിരുന്നുകൂടാ. ദൈവ പദ്ധതികളോട് താദാമ്യം പ്രാപിക്കണമെങ്കിൽ ദൈവഹിതം മനസ്സിലാക്കുവാൻ, ദൈവ സ്വപ്നങ്ങൾ മനസ്സിലാക്കുവാൻ, ദൈവ പദ്ധതികൾ മനസ്സിലാക്കുവാൻ നാം വിനയപ്പെടുമ്പോൾ ഒരുപക്ഷെ ആ പദ്ധതിയുടെ പൂർണ്ണരൂപം ഗ്രഹിച്ചിട്ടല്ല, നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ടെന്ന് പറഞ്ഞ് നമ്മെ ദൈവ പദ്ധതിയുടെ ഭാഗമാക്കുന്ന ദൈവ സ്നേഹത്തിൻ്റെ കൃപയുടെ ആഴങ്ങളാണ്
ഇന്ന് നാം പലരും ആയിരിക്കുന്ന അനുഭവങ്ങൾ എത്തി നിൽക്കുന്നതിന് കാരണമായി മാറുന്നത്. നാം ചിന്തിക്കാത്തിടങ്ങളിലേക്ക് നമ്മെ വഴി നടത്തുന്നൊരു ദൈവമുണ്ട്. നാം ഒരിക്കലും ചെയ്യുമെന്ന് നിരൂപിച്ച കാര്യങ്ങൾക്കപ്പുറത്തേക്ക് നമ്മുടെ കാലടികളെ നിരൂപിക്കുന്നൊരു ദൈവമുണ്ട്, വഴി നടത്തുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് മുമ്പിൽ വിനയപ്പെട്ട് നിന്റെ ഹിതം പോലെ ഞങ്ങളെ നിത്യം നടത്തണമേ എന്ന് പ്രാർത്ഥിക്കാനല്ലാതെ അത്തരുണങ്ങളിൽ നമുക്കെന്ത് ചെയ്യാനാകും എന്നതും പ്രസക്തമായ ഒരു ചോദ്യമാണ്. ദൈവവുമായിട്ടുള്ള ഒരു കൂട്ടുത്തരവാദിത്വത്തെക്കുറിച്ചാണ് ജ്ഞാനി തൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഓർമ്മപ്പെടുത്തുന്നത്. നിന്റെ ജീവിതത്തിൽ ദൈവത്തിനൊരു ഉത്തരവാദിത്വം ഉള്ളതുപോലെ നീ ദൈവത്തിന് ആ ഉത്തരവാദിത്വം നിറവേറ്റുവാൻ അവസരവും അനുവാദവും നൽകുക. വിനയപ്പെടുക. ദൈവാശ്രയത്തോടെ ദൈവത്തോട് ചേർന്ന് നിരന്തരം നടക്കുവാനായി ശ്രമിക്കുക. ആ ഉത്തരവാദിത്വം ദൈവത്തോടുള്ള കൂട്ടുത്തരവാദിത്വമാണ് എന്ന് നാം തിരിച്ചറിയണം. അനുസരണയിൽ നാം നടക്കുമ്പോൾ അനുസരണയുടെ മാർഗത്തിൽ ദൈവത്തിൻ്റെ നടത്തിപ്പ് ഓരോ നിമിഷവും അനുഭവിച്ചറിയുവാനും രുചിച്ചറിയുവാനും നമുക്ക് കഴിയും. ദൈവം വഴി നടത്തുന്ന മാർഗം ദൈവീക മൂല്യങ്ങളുടെ ഭാഗമാണെന്നും നാം മറന്നുപോകരുത്. ഈ സദൃശവാക്യത്തെ വ്യക്തമായി നാം മനസ്സിലാക്കണമെങ്കിൽ എന്താണ് ജ്ഞാനി യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് എന്നുകൂടി ചിന്തിക്കുവാൻ നാം പ്രേരിതരാകണം. ഞാൻ പറയുന്നതാണ്, മനുഷ്യൻ്റെ ഹൃദയം തൻ്റെ വഴിയെ നിരൂപിക്കുന്നു. ഹൃദയം എന്ന വാക്ക് അന്ന് ആ സാഹചര്യത്തിൽ ജ്ഞാനി ഉപയോഗിക്കുമ്പോൾ, പ്രിയ പൈതലിനോട് ചേർന്ന് അത് ഉപയോഗിക്കുമ്പോൾ, ലാവെ എന്ന എബ്രായ പദം അത് ഹൃദയത്തെക്കാൾ ഉപരിയായി ഒരു വ്യക്തിയുടെ അദൃശ്യമായ മനസ്സിൻ്റെ പ്രതീകമാണ്. തളർന്നു പോകാതെ പോരാടുവാൻ ശക്തി നകരുന്ന മനസ്സ്, ഉടഞ്ഞു പോകാതെ തളർന്നു പോകാതെ നിൽക്കുവാനായി പ്രേരണ നൽകുന്ന മനസ്സ്, ആ മനസ്സിൻ്റെ അവഗാഹതയാണ് ഇവിടെ നാം കാണുന്നത്. ഈ വാക്കിന് ഹൃദയം, മനസ്സ് എന്നതിനുപരിയായി അന്തരാത്മാവ് എന്നൊരർത്ഥം കൂടിയുണ്ട്. ചില പശ്ചാത്തലങ്ങളിൽ മനഃശാസ്ത്രം, മനസാക്ഷി എന്നും നാം പറയുന്ന അനുഭവം, അകത്ത മനുഷ്യൻ, ദ ഇന്നർ മാൻ, നമുക്ക് ബാഹ്യമായി നമ്മുടെ കണ്ണുകൾക്ക് കൊണ്ട് കാണുവാൻ കഴിയുന്ന വ്യക്തിത്വമല്ല. എന്നാൽ ആ അകത്തെ മനുഷ്യൻ്റേതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനിവാര്യം അല്ല എന്ന് തോന്നുന്ന ചില ആസക്തികൾ, ചില ത്വരകൾ, ചില വികാരങ്ങൾ, ചില ധൈര്യത്തിൻ്റെ പ്രകടിത ഭാവങ്ങൾ. ഷസാദ്, ശ്രദ്ധേയമായ ആ പദത്തിൻ്റെ അർത്ഥം ചുവടുകൾ എന്നത് മാത്രമല്ല, നമ്മുടെ വഴിയുടെ വേഗത പോലും നിയന്ത്രിക്കുന്നത്, നിർണയിക്കുന്നത് യഹോവയാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ്. ദൈവിക മൂല്യങ്ങളിൽ അടിസ്ഥിതമായി നാം നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുമ്പോൾ ഹൃദയം, മനസ്സ്, ആത്മാവ്, അന്തരാത്മാവ്, മനസാക്ഷി, അതിനേക്കാളൊക്കെ ആഴമായി നമ്മുടെ അസ്തിത്വം, ആ അസ്തിത്വം ദൈവകരങ്ങളിൽ നാം സമർപ്പിക്കുമ്പോൾ, എൻ്റെ സ്വപ്നങ്ങളോട് ചേർന്ന് ഞാൻ സമർപ്പിക്കുമ്പോൾ, ഈ സ്വപ്നങ്ങളൊന്നുമല്ല നാഥ, ഈ ആഗ്രഹങ്ങളൊന്നുമല്ല, എന്നെക്കുറിച്ച് ഇതിലും വലിയ ആഗ്രഹങ്ങൾ, ഇതിലും വലിയ സ്വപ്നങ്ങൾ നിനക്കുള്ളത് കൊണ്ട് സ്തോത്രം എന്ന് പറയുന്ന അനുഭവമാകണം. അപ്പനോടൊപ്പം കടയിൽ പോയ കൊച്ചു ബാലിക സന്തോഷത്തോടെ തന്നെ നോക്കി പുഞ്ചിരിക്കുന്നത് കണ്ടിട്ട് കടയുടമ തൻ്റെ മുന്നിലുണ്ടായിരുന്ന മിഠായി പെട്ടി തുറന്ന് പെൺകുട്ടിയോട് പറഞ്ഞു, മോളെ, ഇഷ്ടമുള്ള മിഠായി എടുത്തുകൊള്ളുക. അവൾ ചിരിച്ചുകൊണ്ട് ആ മിഠായി കടക്കാരനോട് പറഞ്ഞു, അങ്കിൾ എടുത്തു തന്നാൽ മതി. മിഠായി പെട്ടി മുഴുവനും തൻ്റെ മുന്നിൽ തുറന്നു വെച്ചിട്ടും ഈ കുഞ്ഞെടുക്കാതിരിക്കുന്നത് കണ്ടിട്ട് ഈ മനുഷ്യൻ
കരങ്ങളിൽ കുറച്ച് മുഠായി എടുത്ത് കുഞ്ഞിൻ്റെ കരത്തിലേക്ക് കൊടുത്തു. അവൾ സന്തോഷത്തോടെ വാങ്ങിയപ്പോൾ ഈ മനുഷ്യൻ അവളോട് ചോദിച്ചു, തുറന്നു വെച്ചിട്ട് ഇഷ്ടമുള്ളത് എടുത്തുകൊള്ളുവാൻ പറഞ്ഞിട്ട് നീ എടുക്കാത്തത് എന്താണ്? അവൾ പറഞ്ഞു, ശ്രദ്ധിക്കുക, എൻ്റെ കൈകൾ ചെറുതാണ്, അങ്ങയുടെ കൈകൾ വലുതാണ്. ഞാനൊരു പക്ഷെ എടുത്തിരുന്നെങ്കിൽ ഈ ചെറിയ കൈകൾ കൊണ്ട് എടുക്കുവാൻ കഴിയുന്നതിനേക്കാൾ എത്രയോ അധികം അങ്ങ് എനിക്ക് ഇപ്പോഴേ തന്നു കഴിഞ്ഞു എന്നുള്ള ശ്രദ്ധേയമായ രേഖപ്പെടുത്തൽ. കാലുകളെ ക്രമപ്പെടുത്തുന്ന ദൈവം എല്ലാം അറിയുന്ന ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൽ നന്മ എന്ത് എന്നറിയുന്ന ദൈവമാണ്. ആ നന്മയ്ക്ക് മുന്നിൽ വിധേയപ്പെടുവാൻ ഞാനും നിങ്ങളും തയ്യാറാകണമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ സദൃശവാക്യം. നമ്മുടെ ഹൃദയത്തിൻ്റെ നിരൂപണങ്ങൾ, അതിന് നിയന്ത്രണങ്ങൾ ഉണ്ടാകണമെന്നില്ല. കടിഞ്ഞാണില്ലാത്ത കുതിരയെപ്പോലെ അതേത് ഭാഗത്തേക്കും ഓടി നടക്കാം, അതാരെയും ഉപദ്രവിക്കാം. എന്നാൽ മനുഷ്യൻ്റെ ഹൃദയം തൻ്റെ വഴിയെ എങ്ങനെയൊക്കെ നിരൂപിച്ചാലും അവൻ്റെ കാലടികളെ യഹോവ ക്രമപ്പെടുത്തും. യഹോവ ക്രമപ്പെടുത്തുന്ന കാലടികൾ അവൻ്റെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്, അനിവാര്യ ഘടകമാണ്. ഇന്ന് നമ്മുടെ ചുറ്റും മനുഷ്യൻ്റെ ഹൃദയം സ്വന്തം വഴികളെ നിരൂപിക്കുന്നതിൽ വർദ്ധിച്ചു വരുമ്പോൾ മനുഷ്യൻ്റെ കാലടികളെ യഹോവ ക്രമപ്പെടുത്തും എന്നത് നമ്മുടെ വാഗ്ദത്തമാകട്ടെ, ക്രമപ്പെടുത്തുന്നു എന്നത് നമ്മുടെ അനുഭവമാകട്ടെ. ആ ദൈവ തിരുസന്നിധിയിൽ എന്നും സ്തോത്രം ചെയ്യുവാൻ നമുക്ക് കഴിയുമെന്നുള്ളത് നമ്മുടെ അനുഗ്രഹമാകട്ടെ.